ഇപ്പൊ ശബരിമലയിൽ വ്രതം എടുക്കുന്ന ഒരാൾ അയാൾക്ക് സെപ്പറേറ്റ് പാത്രത്തിലാണ് കൊടുക്കുന്നത്. കുളിച്ചിട്ട് മാത്രം വന്നിട്ട് അത് അയാൾക്ക് കൊടുക്കുന്ന പരിഗണനയാണോ അയാളെ അകറ്റി നിർത്തലാണോ? അകറ്റി നിർത്തലല്ലേ. കഞ്ഞി സദ്യ നടത്തണം, അവരുടെ ഒരു വൈകാരികമായ കാര്യമാണ്. നമുക്ക് പുറത്ത് നോക്കുമ്പോഴാണ് അതൊരു അമ്പലത്തിൽ ഈ ആർത്തവമുള്ള സമയത്താണോ സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് എന്നറിയാൻ അവിടെ ഒരു മിഷനും വെച്ചിട്ടില്ല. പോകുന്ന സുഹൃത്തുക്കൾ എനിക്കുമുണ്ട്. അല്ല, ഉണ്ടെങ്കിൽ അവർ വിശ്വാസിയല്ല. അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണോ പബ്ലിക് പ്ലേസ് ആണോ? പബ്ലിക് പ്ലേസ് ആണ്. നിങ്ങൾ പീരീഡ് സമയത്താണെങ്കിൽ അമ്പലത്തിൽ കയറരുത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷം എന്തെങ്കിലും വരും? അത് അവനവന്റെ മനസ്ഥിതി പോലെ ഇരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ സാരി ഉടുക്കണം, അല്ലെങ്കിൽ പാവാട, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഒന്നിലും മേൽമുണ്ടിടണം, അല്ലെങ്കിൽ ഷർട്ട്. ഇതൊക്കെ എന്തിനാണ്? ഈ ഒഴിവാക്കാൻ വേണ്ടി, തേക്കാൻ വേണ്ടി ജ്യോതിഷത്തെ ഉപയോഗിക്കും. ഒരു കേസിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യ ഭർത്താവ് മരിച്ചു പോകുന്നൊരു ജ്യോത്സ്യം പറഞ്ഞു. ശബരിമലയിൽ വ്രതം എടുക്കുന്ന ഒരാൾ അയാൾക്ക് സെപ്പറേറ്റ് പാത്രത്തിലാണ് കൊടുക്കുന്നത്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പാത്രത്തിലൊന്നും കൊടുക്കാറില്ല. കുളിച്ചിട്ട് മാത്രം വന്നിട്ടേ അയാൾ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുള്ളൂ. പുറത്തു പോയാലും വന്ന് കുളിച്ചിട്ട് വീട്ടിൽ കയറണം എന്നുണ്ട്. അത് അയാൾക്ക് കൊടുക്കുന്ന പരിഗണനയാണോ അയാളെ അകറ്റി നിർത്തലാണോ? അകറ്റി നിർത്തലല്ലേ. അങ്ങനെയാണോ? അല്ലേ. ശബരിമല ഇപ്പം വ്രതം എടുക്കുന്ന അവരുടെ പെർസ്പെക്റ്റീവിൽ, അതെ. എന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തിനാണ് അത്രയും പരിഗണനയല്ലേ കൊടുക്കുന്നേ? അവരുടെ പെർസ്പെക്റ്റീവിൽ അതെ. അവർക്ക് ഏത് പെർസ്പെക്റ്റീവ് ആയാലും എന്താ. ഇപ്പൊ നമ്മള് പറയത്തില്ലേ, നമ്മള് ശബരിമലയിൽ ഇപ്പം മാലയിട്ടിരിക്കുന്ന ഒരു അയ്യപ്പൻ, അവൻ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവനെ നമ്മൾ അറിയാതെ ഒന്ന് തെറി വിളിച്ചാൽ, അറിയാതെ ഒന്ന് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തിരിക്കുന്നവൻ പറയും അവൻ അയ്യപ്പൻ. അപ്പൊ നമ്മൾ സോറി എന്ന് പറയും, അയ്യോ ഞാൻ ഓർത്തില്ല എന്ന് അറിയാണ്ട് പറയും. അതൊരു അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണത്, അല്ലേ? അതെ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹൈന്ദവ കുടുംബം ഉണ്ടായിരുന്നു. വളരെ അടുപ്പമുള്ളൊരു കുടുംബമായിരുന്നു. അവര് ഇപ്പോ ഈ പറയുന്ന അയ്യപ്പനാണ് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നത്. പക്ഷെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവരോട് ബുദ്ധിമുട്ടായിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. പെർസ്പെക്റ്റീവ് ആണ് ഈ പറഞ്ഞത്. കാരണം ഇപ്പം എന്റെ വീട്ടിൽ തന്നെ എന്റെ മകനെ എങ്ങനെയെങ്കിലും ശബരിമലയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എന്റെ വൈഫ് ഇപ്പൊ ഡെയിലി പറയുന്നത്. അപ്പോൾ കഞ്ഞി സദ്യ നടത്തണം അപ്പൊ അത് അവരുടെ ഒരു വൈകാരികമായ കാര്യമാണ്. നമുക്ക് പുറത്ത് നോക്കുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടെന്ന് തോന്നുക. അവരത് ഡെഡിക്കേറ്റഡ് ആണ്. അവരാണത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാവൂ എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് അവരാണ്. അതായത് ആ സമയത്ത് നോൺ വെജ് നമ്മൾ ഇവിടെയും വെക്കുന്നില്ല, നീയും കഴിക്കുന്നില്ല, അഥവാ ആരെങ്കിലും കഴിച്ചാൽ ആ പാത്രത്തിൽ നീ കഴിക്കരുത് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. ആക്ച്വലി അവരെ അയ്യപ്പൻ എന്ന നിലയിലേക്ക് അവരെ ഉയർത്തുകയാണ്. അങ്ങനെയാണ്. ഇപ്പൊ സ്കൂളിൽ നമ്മൾ അറിയാണ്ട് ഒരുത്തനെ അടി കൊടുത്തപ്പോ ഇസ്ലാം മത വിശ്വാസികൾ നോമ്പെടുക്കും. ആ നോമ്പ് സമയത്ത് നമ്മൾ വെല്ലം കഴിക്കാന്ന് പറയുമ്പോൾ ഇല്ല നോമ്പ്, അയ്യോ അളിയ സൂര്യടാ ഞാൻ ഓർത്തില്ല എന്ന് പറയുന്നത് അവരെ അകറ്റി നിർത്തലല്ല, അല്ലേ? അല്ല, അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ 8 നോമ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ക്രിസ്തുമത നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ല, ക്രിസ്തുമത വിശ്വാസികൾ എടുക്കുന്നു. ആ സമയത്ത് ഇപ്പൊ ഒരു നോൺ വെജ് കഴിക്കത്തില്ല, ഒരു നോൺ വെജ് കഴിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നോമ്പ്, അയ്യോ ഓർത്തില്ല, നോമ്പാന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അല്ലാതെ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തല. ഇപ്പൊ നോമ്പുള്ള എൻ്റെ ഒരു ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള ഒരു സുഹൃത്ത് നോമ്പുള്ള സമയത്ത് എൻ്റെ വീട്ടിലൊരു പരിപാടിക്ക് ചിക്കൻ വെച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം നോമ്പാന്ന് വെച്ചപ്പോ അയ്യോ വേണ്ട ചിക്കൻ വെക്കണ്ട എന്ന് പറഞ്ഞത് അവന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ആക്ച്വലി, അല്ലേ? ആർത്തവമുള്ള സമയത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിനെ ഇന്നത്തെ കാലത്ത് അവതരിപ്പിക്കപ്പെടുന്നത്, ഞാൻ പറഞ്ഞ പുറത്തുള്ളവരെന്നല്ല, ഇതൊരു അശുദ്ധിയാണ്, ആ സമയത്ത് അങ്ങനെ ചെയ്യരുത്, വെള്ളം കോരരുത് എന്ന് പറയുന്ന ആ സമയത്ത് അവർ ആയാസമായ പ്രവർത്തികൾ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്. അമ്പലത്തിൽ എന്ന് വെച്ചാൽ പണ്ട് ഒത്തിരി യാത്രകളൊക്കെ ചെയ്ത് വേണം അമ്പലത്തിൽ പോകാൻ, വനത്തിലും അകത്തുമൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ അത്രയും യാത്രകൾ ചെയ്യരുത് എന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിട്ട് ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ചാലോ? ഞാൻ പറയട്ടെ, അമ്പലത്തിലെ ഈ ആർത്തവമുള്ള സമയത്താണോ സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് എന്നറിയാൻ അവിടെ ഒരു മിഷനും വെച്ചിട്ടില്ല. ഇല്ല. പോകുന്ന സുഹൃത്തുക്കൾ എനിക്കുമുണ്ട്. അല്ല, ഉണ്ടെങ്കിൽ അവർ വിശ്വാസിയല്ല. അമ്പലം എന്ന് പറയുന്നത്, എന്റെ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണോ പബ്ലിക് പ്ലേസ് ആണോ? പബ്ലിക് പ്ലേസ് ആണ്. അല്ല, അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണ്. വിശ്വാസികളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ് അമ്പലം. വഴിയെ പോകുന്നവർക്ക് എല്ലാം കയറി അമ്പലത്തിൽ പോയി നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ അമ്പലത്തിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് എനിക്ക് കയറണമെന്ന് പറഞ്ഞാൽ എനിക്ക് കയറി പോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഒരു നിയമമുണ്ട്. നിയമസഭയില് MLA മാരാ പോയിരിക്കണ്ടേ? ഞാൻ വോട്ട് ചെയ്യുന്നവനാന്ന് പറഞ്ഞാൽ എനിക്ക് നിയമസഭയിൽ പോയിരിക്കാൻ പറ്റുമോ? പ്രൈവറ്റ് പ്ലേസ് ആണ്.
നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ് നിയമസഭ. പക്ഷെ അമ്പലത്തിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കുമല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് പബ്ലിക് പ്ലേസ് ആണെന്നുള്ള ചിന്ത മാറ്റൂ. നിങ്ങൾ അബാക് മീഡിയ പ്രൈവറ്റ് പ്ലേസ് ആണോ പബ്ലിക് പ്ലേസ് ആണോ? പ്രൈവറ്റ് പ്ലേസ് ആണ്. അതെ. ഇവിടെ നിങ്ങളാണ് നിയമം ഉണ്ടാക്കുന്നത്. ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഞാൻ ഇവിടെ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അത് നിങ്ങളാണ് ഇവിടെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ ചുമതലപ്പെടുത്തിയതല്ല മേഘയെ. നിങ്ങളെ ചുമതലപ്പെടുത്തിയത് നിങ്ങളുടെ ഈ മീഡിയ ആണ്, നിങ്ങളുടെ എഡിറ്റോറിയൽ ആണ്. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ വന്നിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് ഈ കുട്ടി പറ്റില്ല, വേറെ കുട്ടി വേണമെന്ന് പറഞ്ഞാൽ നീ പൊക്കോളം പറയില്ലേ? എന്നാൽ ഇത് പബ്ലിക് ഡൊമൈനിൽ പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണ്. ആരുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്? വിശ്വാസികളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ ആ പ്രൈവറ്റ് പ്ലേസിൽ എന്താണോ നിയമം അത് പാലിക്കുന്നവനാണ് വിശ്വാസി. നീ വിശ്വാസിയാണെങ്കിൽ ആ അമ്പലത്തിലെ നിയമം പാലിക്കണം. ഇപ്പൊ ഉടുപ്പൂരി അമ്പലത്തിൽ കയറുന്നത് അനാചാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉടുപ്പൂരി അമ്പലത്തിനകത്ത് കയറുന്നത് അനാചാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നും പറഞ്ഞ് ഉടുപ്പൂരി കയറുന്ന അമ്പലത്തിൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഉടുപ്പിട്ടോണ്ടേ കയറൂ എന്ന് ഞാൻ പറയാറില്ല. ഞാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. ഇനി പോകേണ്ടി വന്നോ നേരിയത് വിട്ട് ഞാൻ പോയി പ്രാർത്ഥിക്കും. അവിടുത്തെ ഒരു വിശ്വാസത്തെ, അവിടുത്തെ ഒരു നിയമത്തെ ബ്രേക്ക് ചെയ്യേണ്ടെന്ന്. അതുപോലെ നിങ്ങൾ ആർത്തവമുള്ള സമയത്താണോ അമ്പലത്തിൽ കയറുന്നത് ചെക്ക് ചെയ്യാൻ അവിടെ ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കയറത്തില്ല. ഇത് രണ്ടും പോസിബിൾ അല്ലേ? ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ആർത്തവം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം എന്നെ മാറ്റി നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആർത്തവമുള്ളപ്പോൾ അമ്പലത്തിൽ പോകുന്നു. പക്ഷെ അമ്പലത്തിലെ നിയമങ്ങൾക്കെതിരാണ്. പോസിബിൾ ആണ്, പക്ഷെ അപ്പൊ നിങ്ങൾ അമ്പലത്തിൽ വിശ്വാസി അല്ലാതായി മാറി. കാരണം അമ്പലത്തിൽ ഒരു നിയമം ഇല്ലെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ അമ്പലത്തിലെ എല്ലാ നിയമങ്ങളും പൊതുസമൂഹത്തിന് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകത്തില്ല. അബാക് മീഡിയയുടെ നിയമങ്ങളെല്ലാം പൊതുസമൂഹത്തിന് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകത്തില്ല. നിയമസഭയിലെ നിയമങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവിടെ അകത്ത് എന്ത് ചെയ്യണം എന്നുള്ള നിയമങ്ങൾ പൊതുസമൂഹത്തിന് അക്സെപ്റ്റബിൾ ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആ നിയമം ഇല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. അമ്പലത്തിൻ്റെതായ നിയമമുണ്ട്. അതിനാണ് ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞത്. ഷർട്ടൂരി കയറുക എനിക്കിഷ്ടമല്ല. ഞാൻ ഷർട്ടൂരി കയറണം എന്നുള്ള അമ്പലത്തിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പോകേണ്ടി വരും, എനിക്കപ്പോൾ അവിടെ കയറേണ്ടി വരും. നേരിയത് ചുറ്റി ഞാൻ അമ്പലത്തിൽ കയറും. ഞാനപ്പോൾ അവിടെ ചെന്നാൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉടുപ്പിട്ടേ കയറാവൂ എന്ന് പറയണ്ട. കാരണം ഞാൻ വിശ്വാസി ആയതുകൊണ്ട് അവിടെ എന്താണോ നിയമം അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ചിലപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ബാലിയിൽ പോയി. ബാലിയിൽ ഞാനിപ്പോൾ പോയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ പോയി. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക വാസുകി മറ്റേ സർപ്പം ഉണ്ടല്ലോ, അവരതിനെ വേറെന്തോ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് പ്രതിഷ്ഠിച്ച അവിടെ നമ്മുടെ ഇവിടെ ത്രിമൂർത്തികൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമാണ്. അവിടെ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ, ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് 4 രീതിയിലാണ് അവർ ആചരിക്കുന്നത്. വലിയൊരു അമ്പലം, ഭയങ്കര ട്രഡീഷണൽ ആണ്. അത് ഒരു കാലത്ത് അഗ്നിപർവ്വതം പൊട്ടി ലാവ വന്നു മൊത്തം ആ പ്രദേശം മുഴുവൻ പോയിട്ടും ആ അമ്പലത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അവരതിനെ ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ലാവ വെച്ചുള്ള കട്ടകൾ വെച്ചിട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു അമ്പലമുണ്ട്. അവിടോട്ട് കയറി പോകുമ്പോൾ നമ്മൾ പാസ് എടുക്കാൻ പോകുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പീരീഡ് സമയത്താണെങ്കിൽ അമ്പലത്തിൽ കയറരുത്, നിങ്ങൾ എൻട്രി ചെയ്യരുത്. നിയമമാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ആരും പരിശോധിക്കാനിരിക്കില്ല പീരീഡ്സ് ആണെന്ന്. പക്ഷെ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷം എന്തെങ്കിലും വരും? അത് അവനവന്റെ മനസ്ഥിതി പോലിരിക്കും. അവനവന്റെ മനസ്ഥിതി പോലിരിക്കും. നിങ്ങൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, നിങ്ങളൊരു അമ്പലത്തിലെ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അവിടെ പോകത്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നിരന്തരം ഒരു കാര്യം ചെയ്യുന്നിടത്ത് അതിനനുകൂലമായിരിക്കും അവിടുത്തെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറും എനർജി എല്ലാം. ഉദാഹരണം അടുക്കള. അടുക്കളയിൽ നമ്മൾ പാചകമാണ്. അവിടെ പോയി നമ്മൾ മോശ വർത്താനം പറയുക, മോശ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ലല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് കുട്ടിയാണെങ്കിൽ പോലും നമ്മളുടെ അടുക്കളയിൽ നിന്ന് പുറത്തു പോടാ എന്ന് പറയാറില്ലേ? അടുക്കളയിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ എന്ത് സംഭവിക്കുക? അടുക്കളയിട്ട് അപ്പിയിട്ട് നമ്മൾ അറിയാണ്ട് കുഞ്ഞുങ്ങൾ ഇടുന്നുണ്ടാവാ ഇല്ലെന്നല്ല, പക്ഷെ നമ്മൾ എന്ത് പറയും? അടുക്കളയിൽ പുറത്തു പോടാന്ന് പറയും. എന്തുകൊണ്ടാ? അവിടെ പാചകത്തിന്റെ സംഭവമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തിനും അതിന് അനുകൂലമായിട്ടുള്ളൊരു, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ റൂമിലും ചെരുപ്പിട്ടുകൊണ്ട് കയറും. അറിയാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മുറി ചെല്ലുമ്പോൾ, ഞാൻ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, ചെരുപ്പൂരി പുറത്തിടും. നമ്മൾ നോക്കിയാൽ അവിടെ കട്ട വെച്ച് കെട്ടിയതാണ്, സിമെന്റ് ഇട്ട് തേച്ചതാണ്, പെയിന്റ് അടിച്ചതാണ്, ടൈലിട്ടതാണ്. എല്ലാ മുറിയിലും ഉള്ളതുപോലെ അവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാണ്ട് ചെരുപ്പൊന്നും ഊരും. ഇപ്പം ഞാൻ ഇവിടെ മേഘയെ, നിങ്ങൾ പല സ്ഥലത്ത് പോകും. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ പണ്ടത്തെ, ഇപ്പോഴും എനിക്കും അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. തീർച്ചയായും എവിടെ ചെന്നാലും അത് കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്?
നമ്മുടെ മനസ്സും അതുമായിട്ടൊരു ഐക്യം ഉണ്ടാകുന്നുണ്ട്. ആ റൂമിൽ ഉറങ്ങുന്നതിൻ്റെ ഒരു സാധനം ഇങ്ങനെ നമ്മൾ അവിടെ ചെന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കളയും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫീൽഡാണ് അമ്പലത്തിലുള്ളത്. അവിടെ നിങ്ങൾ വിശ്വാസികളുടെ ഒരു പ്രൈവറ്റ് പ്ലേസിൽ അവിടെ നിയമമുണ്ട്. ആ നിയമം അവിടുത്തെ ആചാര്യന്മാർ, അവിടുത്തെ തന്ത്രി, അവിടുത്തെ അവർ ഇടപെട്ടിട്ട് മാറ്റാത്തിടത്തോളം കാര്യം അതാണ് അവിടുത്തെ നിയമം. ഇപ്പം ഈ സ്പീഡ് 140 മൈൽ സ്പീഡൊക്കെ വണ്ടിയിൽ 200 മൈലൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. പക്ഷെ നിങ്ങൾക്ക് NH ഇത്ര മൈൽ സ്പീഡ് പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് അവിടുത്തെ നിയമം. അപ്പം 200 മൈൽ വെച്ചിട്ടുണ്ട്, എനിക്ക് എന്താ പോയാലെന്ന് ചോദിച്ചാൽ ശിക്ഷാർഹരാണ് നിങ്ങൾ. ക്ലിയർ ആയോ? മനസ്സിലായി. അപ്പോൾ ഈ ഡ്രസ് കോഡുകളില്ലേ, ഇപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ സാരി ഉടുക്കണം, അല്ലെങ്കിൽ പാവാട, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഒന്നിലും മേൽമുണ്ടിടണം, അല്ലെങ്കിൽ ഷർട്ട്, ഇതൊക്കെ എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് അത് ഇത് ആചാരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ എതിർക്കാറുള്ള ആളാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി എതിർക്കത്തില്ല. ഞാൻ എൻ്റെ തോന്നലിൽ നമ്മളിപ്പോൾ ഒരു ചുരിദാർ ഇട്ടിട്ട് അതിന്റെ പുറത്ത് മുണ്ട് എടുത്താൽ പത്മനാഭസ്വാമി നമ്മൾ വിശ്വസിക്കുന്ന ആൾ, അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് ഇങ്ങനെയാണ് ഇവൻ ചെയ്തേക്കുന്നത്, അത്ര അറിവുള്ളതാണ്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ് കോഡ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ബാലിയിൽ പോയപ്പോൾ നമ്മൾ കയറുമ്പോൾ അവർ തരുന്ന ഒരു മുണ്ട് നമ്മൾ കെട്ടണം പുറത്ത്, എല്ലാ അമ്പലങ്ങളിലും. എന്തിനു കിട്ടുന്ന അവിടുത്തെ ഡ്രസ് കോഡ് അതാണ്. നിയമമാണ്, അവിടുത്തെ നിയമമാണ് അത്. ആ നിയമം ഉണ്ടാക്കുന്നത് ദൈവമല്ല. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇന്തോനേഷ്യയിൽ പോകുമ്പോൾ എല്ലാവരും ഇന്തോനേഷ്യയിൽ പോയപ്പോൾ ബീച്ചുകൾ കാണുക, നൈറ്റ് ക്ലബ്ബുകൾ ആസ്വദിക്കുക, അങ്ങനെയാണ് പോയത്. ഞാൻ മാന്യനാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് പറയല്ല. പക്ഷെ ഞാൻ ബാലി പോയപ്പോൾ കംപ്ലീറ്റ് അമ്പലങ്ങളിലാണ് പോയത്. എന്നെ കൊണ്ടുപോയ ആളിച്ചിരി മാന്യനായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അമ്പലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവിടെയാണ് പോയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഓരോ അമ്പലങ്ങളിലും ഡ്രസ് കോഡാണ്. നമ്മൾ ആ ഡ്രസ് കോഡ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പാൻറ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഒരു മുണ്ട്, അവരൊക്കെ ഇങ്ങനെ മുണ്ട് കെട്ടും. നമ്മൾ ഉടുക്കുന്ന സാധനമാണ് ഒരു കൈലിയാണ്, അത് മുണ്ടല്ല, ലുങ്കി. നമ്മൾ പണ്ട് ഉടുക്കത്തില്ലേ, പണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നിട്ടൊരു ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്നൊരു പണ്ടത്തെ അത് ഉടുത്തോണ്ടേ കയറാൻ പറ്റൂ നിങ്ങൾ. അത് അവിടുത്തെ ഡ്രസ് കോഡാണ്, അത് മനുഷ്യനുണ്ടാക്കുന്ന കോഡാണ്. മനസ്സിലായോ? പിന്നെ അവിടുത്തെ നിയമം അതാണ് കുഞ്ഞേ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്. ആ പ്രൈവറ്റ് പ്ലേസിൽ നിങ്ങൾ അവിടുത്തെ നിയമം പാലിച്ചേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് അവിടെ പോകാൻ സാധ്യമല്ല. പബ്ലിക് പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ചെയ്യാം. ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ പ്രൈവറ്റ് പ്ലേസിൽ നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അബാക് മീഡിയയിൽ ഇവിടെ ഞാൻ വന്നാൽ ഇവിടെ എന്താണോ നിയമം അത് ഞാൻ പാലിക്കണം. ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് ഫ്ലോറിൽ കയറരുത്. കയറിയാൽ എന്താണെന്ന് ചോദിച്ചാൽ കയറരുത്, ഞങ്ങൾ കയറാറില്ല. ഇവിടുത്തെ നിയമത്തിൽ ഈ ചെരുപ്പിട്ടുകൊണ്ട് ഇതിനകത്ത് കയറരുത് എന്ന് പറഞ്ഞാൽ കയറണ്ട. നീ കയറാൻ അങ്ങനെ ചെരുപ്പിട്ടുകൊണ്ട് കയറാതിരിക്കുക, ചെരുപ്പിടാതെ കയറാൻ വില്ലിങ് ആണെങ്കിൽ നീ ഇതിനകത്ത് വന്നാൽ മതി. ഇല്ലെങ്കിൽ നീ വേറെ എവിടെയും പോകും. എത്ര മീഡിയ ഉണ്ട് അവിടെ പോയി ഇന്റർവ്യൂ. ശരി. അപ്പൊ ചേട്ടനെ ഞാൻ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ വൈറൽ ഫോൺ കോളുകളാണ്. ചേട്ടാ എൻ്റെ ഫ്രണ്ട്, ഞാൻ ബ്രേക്കപ്പ് ആയി, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ അത്തരത്തിലൊരു രസകരമായ സംഭവം പറയാം. ഒരുപാടില്ലേ, ഒരുപാട് രസകരമായ സംഭവം. എനിക്കൊന്ന് ഇപ്പോഴും യൂട്യൂബിലുണ്ടെന്ന് തോന്നി. ഞാനൊരു കാര്യം കൂടെ പറയാം മേഘ. നമ്മളെ ഏറ്റവും അപകടകരമായ ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടീനേജ് കഴിഞ്ഞ് വരുന്ന പിള്ളേരാണ്. ഒരു 17 വയസ്സ് ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. 12 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ പ്രണയിക്കുകയാണ്. 22, 23, 25 വയസ്സുള്ളവന്മാരെ പ്രണയിക്കുകയാണ്. ഈ കുട്ടികൾ ഭ്രാന്തമായി പ്രണയിക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് എന്താണ് പ്രണയം, ഇതുകൊണ്ടുള്ള കോൺസിക്വൻസസ് എന്താണ് എന്നൊന്നും അറിയാത്ത പ്രായത്തിൽ ഈ കുട്ടികൾ പ്രണയിക്കുകയാണ്. ആ സമയത്ത് ഇവർക്ക് പേരൻസ് എന്ന് പറയുന്നത് വലിയ ശത്രുക്കളാണ്. അവരോട് വളരെ റഫായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, വളരെ മോശം. ഇവർക്കിത് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഈ അടുത്ത സമയത്ത് ഒരു മാതാപിതാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞാണ് ഇവർക്കിത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടി ഭയങ്കര വയലൻസ് ആണ് ഇവിടെ വീട്ടിൽ കാണിക്കുന്നത്. വെറും 12 വയസ്സാണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതിലും താഴെയുള്ള കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു പെൺകുട്ടി 19 വയസ്സിന് അടുത്തങ്ങാണ്ട് പ്രായം വരുന്നുള്ള കുട്ടി, ഞാൻ സൂര്യ TV ഉള്ളപ്പോഴാണ്, അവിടേക്ക് ഒരു കോള് വരുന്നു. അപ്പം നമ്മളത് എടുക്കുന്നു. നമ്മളിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വരും, നമ്മളങ്ങോട്ട് വിളിക്കാറാണ്. വിളിച്ചു, കുട്ടി എടുത്തു. ഞാൻ ചെന്താ മക്കളെ, അപ്പോൾ പറഞ്ഞിങ്ങനെ ചേട്ടാ ഞാനൊരാളുമായിട്ട് പ്രണയമാണ്, അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു കൊച്ച്. അപ്പം ഞാൻ പറഞ്ഞു ആ പ്രണയമാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവൻ പോയി ഏതോ ജോത്സ്യനെ കണ്ടെന്ന് വെറുതെ പറയുകയാണ്. കാരണം അങ്ങനെ ഒരു ജോത്സ്യനും പറഞ്ഞു കൊടുക്കത്തില്ലെന്നത് കേൾക്കപ്പോഴേ എനിക്ക് മനസ്സിലായി. കണ്ടപ്പോൾ ജോത്സ്യൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും, പക്ഷെ അത് കഴിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം വെച്ചിട്ട് നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തം വരുന്നത് ഈ അടുത്തൊരു സമയത്താണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങൾ ഈ സമയത്ത് പോയിട്ട് ഒരു അമ്പലവും പറഞ്ഞാൽ മറ്റേ പേര് ഞാൻ പറയുന്നില്ല, അവിടെ പോയിട്ട് നിങ്ങൾ വെറുതെ തുളസി വെച്ചിട്ടായാലും ഒരു മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചൊരു ദിവസം കഴിയണം. കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ലോകത്തൊരു ശക്തിക്കും അകറ്റാൻ പറ്റില്ല, നിങ്ങൾ തമ്മിലേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു. ഈ കുട്ടി ഇത് വിശ്വസിച്ചിരിക്കുകയാണ്. വെറും 19 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടി, മറ്റവൻ 25 വയസ്സെങ്ങാണ്ടുണ്ട്, അവൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി പരിപാടി ഇട്ടേക്കാണ്, അവരവിടെ ഓയോയിൽ റൂം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ ചോദിക്കാൻ കാരണം? ഈ കുട്ടിക്ക് പിന്നെ അതാണ് ഇതിന്റെ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം. ഇതിനോട് പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ കുട്ടി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അത് തന്നെയാണോ മുഹൂർത്തം, അതിന് തൊട്ടടുത്ത ദിവസമോ തൊട്ടിപ്പുറത്തെ ദിവസമോ ഒരു മാസം കഴിഞ്ഞു അങ്ങനെ മുഹൂർത്തം എന്തായാലും ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടി ഇത്തിലൂടെ പോപ്പുലാരിറ്റി ഉള്ള വേറൊരു ജോലിസിനോടൊന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ലക്കി ബൈ ലക്ക് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് കൊട്ടേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഇത് യൂട്യൂബിൽ കാണാൻ എപ്പോഴും നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. ഈ കുട്ടി അവനെ വിളിച്ച് കോൺഫറൻസ് ഇട്ട് വിട്ടപ്പോ ഞാൻ ചേട്ടാ മോനെ ഞാൻ അങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്, കുഞ്ഞെ ഏത് ജോലിസിനാടാ ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവ ഉടനെ പെട്ടെന്ന് ചോദിക്കുന്നേ നിന്നോട് ആരാടി ഇയാളെ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു അവൻ. അപ്പൊ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു മോളെ പ്രണയിച്ചോളൂ, പ്രണയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ പ്രണയത്തിന് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതൊന്നും പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇപ്പം മോളൊരു കാര്യം ചെയ്യും, ഇവൻ്റെ ജാതകമൊക്കെ ഓക്കെയാണ്, കല്യാണമൊക്കെ നടത്താം, പക്ഷെ മോള് ചെയ്യേണ്ടത് പഠിച്ച് ഒരു നല്ല ജോലി മേടിച്ച് സ്വന്തം കാലിലൊക്കെ നിന്നിട്ട് അന്ന് ഈ പ്രണയം ഇതുപോലെ ഉണ്ടെങ്കിൽ അന്ന് നമുക്കിത് നടത്താം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കട്ട് ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇതൊരു രസകരമായെന്നല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ടെന്ന്. ഈ ഒഴിവാക്കാൻ വേണ്ടി തേക്കാൻ വേണ്ടി ജ്യോതിഷത്തെ ഉപയോഗിക്കും. ഒരു ജ്യോതിഷനും കേസില് ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യ ഭർത്താവ് മരിച്ചു പോകുന്നൊരു ജ്യോത്സ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കഷായം കുടിപ്പിച്ചു. അത് പിന്നെ അത് ഞാൻ പിന്നെ അത് എന്തായാലും ചർച്ച ഒന്നും കണ്ടില്ല. പിന്നെ അപ്പം ഇത് അത് ജ്യോത്സ്യന്റെ പേര് ഉപയോഗിച്ചാണ്. അതെ, ഇത് ഈ എന്താ പറയുക, ഇതിൽ സത്യത്തിൽ ഈ യൂട്യൂബില് മുഖമില്ലാതെ കുറെ ജ്യോതിഷികളുണ്ട്, മുഖം കാണുന്നില്ല, അവർ കൊടുക്കുന്ന സജഷൻസ് ആണ്. പിന്നെ പരസ്ത്രീ ബന്ധമുള്ള നക്ഷത്രങ്ങൾ. ഒരു ദിവസമേ എൻ്റെ ഒരു കൂട്ടാൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്നപ്പോൾ അവൻ്റെ ഭാര്യ പരസ്ത്രീ ബന്ധമുള്ള നക്ഷത്രം, ഒരു മുഖവും ഇല്ല, ആരാണ്ട് പുറത്തിരുന്ന് പറയുന്നു, എഴുതി കാണിക്കുക. ഇത് കഴിഞ്ഞപ്പം അങ്ങ് പോയി ആളിയോ ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. അവൻ്റെ നാളില്ല, അവൻ്റെ നാളെ കാണാൻ വന്നാൽ തീർന്നു. ഒരു വിശ്വാസിയാണെങ്കിൽ ആ കുടുംബം തീർന്നു. ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന്. ഈ പിള്ളേരെ പ്രേമത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പറയും, ആ ജാതകം ചേർന്നാൽ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഒഴിവാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി രസകരമായ കോളുകൾ അത് ദിവസവും വരുമെന്നേ. പലതും നമുക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ ഏറെ കോളുകൾ വരും. ശരി, അപ്പൊ ഈ ജാതകം ചേർന്നാലും ഇല്ലെങ്കിലും അല്ലാത്തവരും തമ്മിലും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാറില്ല. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പൊരുത്തം നോക്കുന്നത്. ഈ ജ്യോതിഷത്തിൽ അത് നമ്മൾ ഇതിനെപ്പറ്റി ഇതിനെ ഹാർഡായിട്ട് അങ്ങോട്ട് പഠിക്കുമ്പോഴേ രസകരമായ ഒരു സംഭവം, ഈ ജ്യോതിഷത്തിൽ തന്നെ പല പദ്യങ്ങളുണ്ട്. അതിലൊരു പദ്യത്തിലൊരു വാക്ക് ഞാൻ എടുത്ത് പറയാം. നിസ്സന്താനീ സസൂനും നിരവധികരണം നിർദ്ദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സുരുചമരിജുജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃദ്ധം ച വിദ്യാരഹിത ഇത് മൃതിസ്ഥാനദോഷം സമാനം എന്നൊക്കെ പറഞ്ഞൊരു പദ്യമാണ്. അതിലെ പല കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഒട്ടും കാരുണ്യമില്ലാത്ത ഒരാൾ, അയാൾക്ക് അല്പം കാരുണ്യമുള്ള ഒരു ജീവിത പങ്കാളി വരുന്നതാണ് നല്ലത്. അപ്പൊ എന്തെന്ന് ഇതിൽ ക്യാരക്ടറുകളുണ്ട്, സ്വഭാവങ്ങൾ ചേരേണ്ടതുണ്ട്, വിദ്യാഭ്യാസം ചേരേണ്ടതുണ്ട്, സാമൂഹ്യ ചുറ്റുപാടുകൾ ചേരേണ്ടതുണ്ട്, ശാരീരിക ഘടന ചേരേണ്ടതുണ്ട്, ജോലി ചേരേണ്ടതുണ്ട്. ഇതെല്ലാം ജ്യോതിഷത്തിലും ചേർക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കേവലം 4 പൊരുത്തം 7 പൊരുത്തം ഉത്തമം 8 പൊരുത്തം ഉത്തമം ജാതകം ചേരുന്നു ദശാസന്ധി മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കണമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അങ്ങനെയല്ലേ ചെയ്യുള്ളൂ മേഘയെ. ഇപ്പൊ മേഘ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മേഘ ഒരു ഹിന്ദു വിശ്വാസിയാണെന്ന് വിചാരിക്കേ, മേഘ ജാതകം നോക്കാൻ പോയി എന്ന് വയ്ക്കേ, നിങ്ങൾക്ക് അവിടെ 9 പൊരുത്തം ഉത്തമമാണെന്ന് വിചാരിക്കേ, ജാതക ചേർച്ച ഉത്തമമാണെന്ന് വിചാരിക്കേ, ദശാസന്ധി ദോഷമൊന്നും ഇല്ലാന്ന് വിചാരിക്കേ, പയ്യൻ മഹാ ഫ്രോഡാണെന്ന് വിചാരിക്കേ, ഡ്രഗ് അടിച്ച് നടക്കുന്ന ആളാണെന്ന് വിചാരിക്കേ, സമൂഹത്തിലൊരു മാന്യതയില്ലാത്ത ആളാണെന്ന് വിചാരിക്കേ, ഒരു ജോലി ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കേ, നിങ്ങൾ കിട്ടും. അപ്പൊ പിന്നെ പൊരുത്തമാണോ വലുത്, ഇതാണോ വലുത്? അപ്പോൾ ഈ അത്തരത്തിൽ സംഭവങ്ങളുണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്ന നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഒരു പെൺകുട്ടി കണ്ടുപിടിക്കുന്നു, പക്ഷേ ജ്യോത്സ്യം പറഞ്ഞു ജാതകം ചേരില്ല.